മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ കിട്ടിയ ഒരു ഐറ്റായിരുന്നു ഇന്നലെ വൈകുന്നേരം നടന്ന മലപ്പുറം മാല എന്ന് പറയുന്ന ഒരു ദൃശ്യാവിഷ്കാരം. അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ഒക്കെ ഐഡിയ ആയിട്ടുള്ള സാറ് നമ്മളെ കൂടെ ഉണ്ട്. സാറെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ പങ്കുവെക്കും. അപ്പോൾ ഈ ഒരു മാ എന്ന് പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നമ്മൾ ഇന്നലെയും തുടക്കം. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന രീതിയിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടുണ്ടായിരുന്നു. നിറ കയ്യലോടെയാണ് എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. അപ്പോൾ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പല കലാ പ്രകടനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മലപ്പുറം മാലയായിരുന്നു ഇന്നലെ കണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, എന്താണ് അതിൽ ജനങ്ങളോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത്? മലപ്പുറം മാല മലപ്പുറത്തിൻ്റെ ചരിത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയും മലപ്പുറത്തെ വളരെ സമ്പന്നമായ ഒരു പാരമ്പര്യം, ഒരു പൈതൃകം മലപ്പുറത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലൂടെയും വർത്തമാനത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനെ പരമാവധി റെപ്രസെൻറ്റേറ്റീവായിട്ടും പരമാവധി ആധികാരികമായിട്ടും വിഷ്വലൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. സ്റ്റേജിൽ ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വിഷ്വൽ, നമ്മളെ ദൃശ്യ സദ്യ എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള ഒരു സംഗതി ഒരുക്കാനാണ് ശ്രമം നടത്തിയത്. അപ്പോൾ അതിൽ വിവിധ കലാരൂപങ്ങൾ, ഇവിടെ ജീവിക്കുന്ന വിവിധ ജനതകളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കലാരൂപങ്ങൾ. അപ്പോൾ അതിൽ മാപ്പിളമാർ മുതൽ കാട്ടുനായ്ക്ക സമുദായം വരെയുള്ള എല്ലാ തരത്തിലും പെട്ട ആളുകളുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ചരിത്ര സന്ദർഭങ്ങൾ. പക്ഷെ അതിനകത്തുള്ള ഒരു പരിമിതി നമുക്ക് സമയത്തിൻ്റെതാണ്. അപ്പോൾ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യുമ്പോൾ, ഒരു ചുരുങ്ങിയ സമയത്തിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടും വളരെ സെലക്റ്റീവായിട്ട് അതിനെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് മലപ്പുറം മാലയെ കുറിച്ചുള്ള ഒരു സങ്കല്പം നമ്മൾ രൂപപ്പെടുത്തി എടുത്തത്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഘാടകർ, അതായത് നിങ്ങളൊരു സംഘാടകർ നിങ്ങളോട് ഇത്തരം ഒരു രീതി ആവശ്യപ്പെട്ടതാണെന്നതിൽ നിങ്ങളോട് എങ്ങനെയാണ് ഇത് ഇവിടെ സമീപിക്കണത്? എങ്ങനെയാണ് ഇത്? എൻ്റെ സുഹൃത്തായിട്ടുള്ള മൂസിൻ ബുക്ക് കഫേയാണ് ഇതിൻ്റെ ക്യൂറേറ്റർമാരിൽ ഒരാൾ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഷോസ് വേറെയും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാറും പുറത്തൊക്കെ, പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ കുറച്ചുകൂടി വിപുലമായിട്ട് മലബാറിനൊക്കെ പുറത്ത് ഉള്ള ചില പ്രൊജക്ട്സൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ മൂസിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇവിടെ നമുക്ക് ചെയ്തുകൂടെ എന്നോട് ചോദിച്ചത്. തീർച്ചയായിട്ടും ചെയ്യാം, മലപ്പുറം മാല എന്നതിന് പേരിടാം. മലപ്പുറത്തിൻ്റെ ഒരു വളരെ സമ്പന്നമായ അതിൻ്റെ ഒരു റിച്ച് ലെഗസി ഉണ്ടല്ലോ. മലപ്പുറം പലപ്പോഴും അണ്ടർ റേറ്റഡ് ആണ്, സ്റ്റീരിയോ ടൈപ്ഡ് ആണ്, ക്ലീഷേ ഇമാജിനേഷൻസ് ആണ് മലപ്പുറത്തിന് പുറത്തുള്ള ആളുകൾക്ക് മലപ്പുറത്തിനെ കുറിച്ചുള്ളത്. അപ്പോൾ മലപ്പുറത്തൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ മലപ്പുറത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൻ്റെ പീപ്പിളിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയും അതിൻ്റെ അകത്തുള്ള പ്രത്യേകിച്ചും സ്നേഹത്തിൻ്റെ, അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഒരു മനുഷ്യകാരുണ്യം, ജീവിത സ്നേഹം പോലുള്ള കാര്യങ്ങളിൽ ഊന്നാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും വേർതിരിവൊന്നും മലപ്പുറത്തെ മനുഷ്യന്മാർക്ക് ഇല്ല. അപ്പോൾ അതിനെ ജെനുവിനായിട്ട് മനുഷ്യൻ എന്നുള്ളൊരു പരിഗണനയിൽ നിന്നുകൊണ്ട് സമീപിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ ഓർമ്മപ്പെടുത്താൻ പറ്റും? പ്രത്യേകിച്ചും വളരെ ടോക്സിക് നരേറ്റീവ്സ് മലപ്പുറത്തിനെ കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ മാപ്പിളമാരെ കുറിച്ച് മാത്രമല്ല, എല്ലാവരെ കുറിച്ചും ഒരു വളരെ സെനോഫോബിക്കായ ഒരു അപരവിദ്വേഷക്കുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് ഭയങ്കര പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇൻക്ലൂസീവായ ഒരു ഡൈവേഴ്സിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദിവാസി റെപ്രസെൻറ്റേഷൻ നിർബന്ധമായും കൊണ്ടുവന്നത്. അങ്ങനെ ഒരു വൈവിധ്യം ഉണ്ടാവണം, അതിനെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ വേണം. ഇപ്പോൾ ഈ ഒരു ഇന്നലത്തെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷമുള്ള പ്രതികരണം എങ്ങനെയാണ്? ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ആളുകളൊക്കെ വളരെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിച്ചു. ഇതിന് പിന്നിൽ പണിയെടുത്ത കുറേ മനുഷ്യന്മാരുണ്ട്.
അവരോടൊക്കെ ഭയങ്കര നന്ദിയും സ്നേഹവും ഒക്കെ തോന്നുന്നു. അപ്പോൾ വളരെ ആളുകളുടെ പ്രതികരണം വളരെ നല്ലതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആൾക്കാർ ഇത് ഉൾക്കൊണ്ടു. അതെ, നമുക്ക് ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും പിന്നെ രണ്ടർത്ഥത്തിലും പ്രിപ്പറേഷൻ്റെ പാർട്ടിലും ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം വേണം എന്നൊക്കെ തോന്നുന്ന മട്ടിൽ നമുക്ക് തന്നെ ഉണ്ട്. പക്ഷെ അത് പോസിബിൾ അല്ല എന്നുള്ള. പക്ഷെ നമ്മുടെ ആളുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് സ്വീകരിച്ചത്. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളൊക്കെ ഇപ്പോൾ സാറ് ഡയറക്ഷൻ ആയിരുന്നല്ലോ, ഇതിന്റെ സ്ക്രിപ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് എഴുതിയത് ഞാൻ തന്നെയാണ്. അതിൻ്റെ എന്താ പറയുക, സംവിധാനവും ഡിസൈനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനാണ് ചെയ്തത്. കൂടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. സാഫിയിലെ വിദ്യാർത്ഥികളാണ് ഇതിലെ അഭിനേതാക്കളായിട്ട് ഉണ്ടായിരുന്നത്. സാഫിയിലെ ആക്റ്റീവായ ഒരു തിയേറ്റർ ക്ലബ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കളരി അവതരിപ്പിച്ചത് ഇവിടെ നിന്ന് തന്നെയുള്ള, മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള ഒരു കളരി സംഘമാണ്. കോൽക്കളി അവതരിപ്പിച്ചത് എടരിക്കോട്ടെ താളലയം. കൊണ്ടോട്ടിയിലുള്ള സുഹൃത്തുക്കളാണ് ഇതിൻ്റെ തിരുവാതിരക്കളി ചെയ്തത്. അങ്ങനെ വിവിധ ആളുകൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. മ്യൂസീഷ്യൻസ് മലബാറുകാർ തന്നെയാണ്, മലപ്പുറത്തുകാർ തന്നെയാണ്. അക്ബർ കാ ബിനു, ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ, അങ്ങനെ വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ചില ആളുകളെ ജില്ലയുടെ പുറത്തുനിന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മോസ്റ്റ്ലി മലപ്പുറത്തുകാർ തന്നെയാണ് ഇത് ചെയ്തത്. എന്തായാലും മലപ്പുറം വളരെ വിജയകരമായി 2ാം ദിവസം അവസാനിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും പുതിയ മാവികേഷവുമായി വീണ്ടും വരാം.